നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ 5 കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത പണവുമായി ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി പിടിയിൽ. മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവായ വിനോദ് താവ്ഡെയാണ് മുംബൈ വിരാറിലെ ഒരു ഹോട്ടലിൽ നിന്നും ബഹുജൻ വികാസ് അഘാഡി പ്രവർത്തകർ പിടികൂടിയത്. ഹോട്ടലിൽ പണം വിതരണം ചെയ്യാനെത്തിയെന്ന് ആരോപിച്ച് വിനോദ് താവ്ഡെയെ ബഹുജൻ വികാസ് അഘാഡി പ്രവർത്തകർ തടഞ്ഞുവയ്ക്കുകയായിരുന്നു. വിനോദിന്റെ കയ്യിൽ നിന്നും പണം കൈമാറാനുള്ള ആളുകളുടെ പേര് വിവരങ്ങളും കണ്ടെത്തിയതായി ബഹുജൻ വികാസ് അഘാഡി പ്രവർത്തകർ പറയുന്നു. ഹോട്ടലിൽ ബഹുജൻ വികാസ് അഘാഡി പ്രവർത്തകരും ബിജെപി പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലുമുണ്ടായി. പണം നൽകാനുള്ളവരുടെ പേര് അടങ്ങുന്ന ഡയറിയും താവ്ഡെയിൽ നിന്നും കണ്ടെത്തിയെന്നാണ് ആരോപണം. ഇത്തരത്തിൽ 2 ഡയറികൾ കണ്ടെത്തിയെന്ന് ബഹുജൻ വികാസ് അഘാഡി നേതാവ് ഹിതേന്ദ്ര താക്കൂർ പറഞ്ഞു. 15 കോടി രൂപയാണ് വിതരണം ചെയ്യാൻ പദ്ധതിയിട്ടതെന്നും ഇതിനെക്കുറിച്ച് ഡയറിയിൽ പറയുന്നുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പണവിതരണം നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ബഹുജൻ വികാസ് അഘാഡി പ്രവർത്തകർ ഹോട്ടലിലെത്തിയത്. തുടർന്ന് വിനോദ് താവ്ഡെയെ വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. പ്രവർത്തകർ ബാഗിൽ നിന്നും നോട്ടുകെട്ടുകൾ ഉയർത്തിക്കാണിക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. പോലീസ് എത്തി വിനോദ് താവ്ഡെയെ സ്ഥലത്ത് നിന്ന് മാറ്റി. നലാസോപാരയിലെ ബിജെപി സ്ഥാനാർത്ഥിയായ രാജൻ നായിക് വോട്ടർക്കായി വിതരണം ചെയ്യാനായി എത്തിച്ചതാണ് പണമെന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബിജെപി കോടികൾ ഒഴുക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. വിനോദ് താവ്ഡെയെ പോലെയുള്ള മുതിർന്ന ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ഇതിൽ നേരിട്ട പങ്കാളികളാവുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ട് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. താവ്ഡെയുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ 15 കോടി രൂപ വിതരണം ചെയ്യുന്നതായി പരാമർശിക്കുന്ന ഡയറി ഉണ്ടായിരുന്നുവെന്നും വിരാറിലെ BVA MLA ഹിതേന്ദ്ര താക്കൂർ ആരോപിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് പരസ്യപ്രചരണം ഔദ്യോഗികമായി അവസാനിച്ചതിനു ശേഷം വിരാറിൽ താവ്ഡെ തുടരുകയായിരുന്നെന്നാണ് BVA പ്രവർത്തകർ ആരോപിക്കുന്നത്. പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികളും നേരിട്ടെത്തി താവ്ഡെയെ കസ്റ്റഡിയിലെടുക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. NCP നേതാവ് സുപ്രിയ സുലെയും BJPക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നോട്ട് നിരോധനം നടപ്പിലാക്കിയ BJP തന്നെയാണ് മഹാരാഷ്ട്രയിൽ കോടികൾ ഒഴുക്കുന്നത്. എവിടെ നിന്നാണ് ഇത്രയും പണം വരുന്നത്? താവ്ഡെയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഇതിന്റെ ഭാഗമാവുന്നത് ഞെട്ടിക്കുന്നതാണെന്നും സുലൈ പറഞ്ഞു. അതേസമയം BJP നേതൃത്വം ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ച് രംഗത്തെത്തി. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ബഹുജൻ വികാസ് അഘാഡിയുടെ നാടകമാണിതെന്നും തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കാനാണ് താവ്ഡെ ഹോട്ടലിൽ എത്തിയെന്നും BJP നേതാക്കൾ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്തണമെന്നും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു കഴിഞ്ഞു. മഹാരാഷ്ട്രയിലെ BJPയുടെ പ്രധാന നേതാവായ വിനോദ് താവ്ഡെ BJPയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ പ്രധാനിയാണ്. BJPയുടെ മുൻ മന്ത്രിയായ താവ്ഡെ ബീഹാറിന്റെ ചുമതലയുള്ള BJPയുടെ ജനറൽ സെക്രട്ടറിയാണ്. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് BJP നേതാക്കൾ പ്രതികരിച്ചു. വിനോദ് താവ്ഡെ ദേശീയ ജനറൽ സെക്രട്ടറിയാണെന്നും അദ്ദേഹം വാർഡ് തലങ്ങളിൽ പണം വിതരണം ചെയ്യാൻ പോവുകയാണോ എന്നും BJP കേന്ദ്രങ്ങൾ ചോദിക്കുന്നത്. പുറത്തുവരുന്ന വിവരങ്ങൾ അസംബന്ധമാണെന്നും മഹാരാഷ്ട്ര BJP നേതൃത്വം പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പരാജയ ഭയം നേരിടുന്ന പ്രതിപക്ഷ പാർട്ടികൾ സൃഷ്ടിച്ച തെറ്റായ വാർത്തയാണിതെന്നും ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് BJP നേതാവ് അതുൽ ഭട്കൽക്കർ പറഞ്ഞു. BJPയുടെ പ്രതിച്ഛായ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം ആരോപണങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.